നമസ്കാരം. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ ആശുപത്രി മേഖല സംഭവങ്ങളെ കുറിച്ച്. അതായത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ ഡോക്ടർമാരും ആശുപത്രിയിൽ രോഗികൾക്ക് പകരം ഡോക്ടർമാർ മുൻഗണന നൽകുന്നത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർക്കാണ്. കണ്ണടച്ച് വിശ്വാസത്തോടെ ഇന്ന് കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും കയറി ചെല്ലാൻ പറ്റില്ല. നിലവിൽ സർക്കാരിന്റെ കാലാവധി തീരാൻ വെറും 25 ദിവസം മാത്രമാണ് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഓരോ വകുപ്പ് മന്ത്രിയുടെയും ലക്ഷ്യം വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരിക എന്നതാണ്. നിലവിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായിട്ട് മന്ത്രി വീണ ജോർജ്, അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നാൽ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മേയർ വി രാജേഷ് ഓടിയെത്തി എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ്. വീണ ജോർജിന്റെ ഒരു പൊടി പോലും, അത് മാത്രമല്ല സർക്കാരിന്റെ ഒരു നോട്ടം പോലും ഇന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല. തീപിടുത്തമുണ്ടായി മനുഷ്യർ മരിച്ചാലോ സർക്കാരിനോ CPM-നോ ഒരു പ്രശ്നവുമില്ല. കാരണം ആശുപത്രിയിൽ കിടക്കുന്നത് ഇവരുടെ ബന്ധുക്കളൊന്നുമല്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ ദുരന്തത്തിന്റെ വക്കിലാണ് എത്തിയത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ 1-ാം നിരയിലെ സർജിക്കൽ ICUവിലാണ് വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് സമാനമായ ഒരു തീപിടുത്തമുണ്ടായത്. ആശുപത്രി ജീവനക്കാരുടെ അതിവേഗത്തിലുള്ള ഇടപെടലും സമയോചിതമായ നീക്കങ്ങളുമാണ് 33 രോഗികളുടെ ജീവൻ രക്ഷിക്കാനായത്. രാവിലെ 9 മണിയോടെ ICUവിലെ ഒരു വെന്റിലേറ്ററിനുള്ളിൽ നിന്നാണ് തീ പടർന്നത്. നിമിഷങ്ങൾക്കകം ഉപകരണം കത്തി ഒരു കട്ടിലേക്ക് തീ പടർന്നു. ഓക്സിജൻ ലൈനുകൾക്ക് തീ പിടിച്ചിരുന്നുവെങ്കിൽ ആശുപത്രിയിലാകെ വലിയ സ്ഫോടനത്തിനായിരിക്കും ഇന്ന് മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നത്. എന്നാൽ അപായ സൂചന കണ്ട ഉടൻ തന്നെ ജീവനക്കാർ ICUവിലെ ഓക്സിജൻ വിതരണം വിച്ഛേദിച്ചു. അഗ്നിശമന സേന എത്തുന്നതിനു മുമ്പ് തന്നെ കൈവശമുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാർ തീ അണച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. തീ അണച്ചെങ്കിലും വെന്റിലേറ്ററിൽ ഓക്സിജൻ ലീക്ക് ഉണ്ടായതോടെ ICUവിൽ കനത്ത പുക നിറയുകയും ആ പുക സൂക്ഷിച്ച് അവിടെ കിടന്ന ഗുരുതരാവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്ന രോഗികൾക്ക് ശ്വാസം മുട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെയാണ് ICUവിൽ ചികിത്സയിലായിരുന്ന 33 രോഗികളെയും അടിയന്തരമായി മറ്റു വാർഡുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. നിലവിൽ ഈ രോഗികളെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും ഒരു പ്രശ്നവും ഇല്ല, അവരെല്ലാം സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ ഉടൻ തിരുവനന്തപുരം മേയർ വി രാജേഷ് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുകയാണ്. എല്ലാ രോഗികളും സ്റ്റേബിൾ ആണെന്നും ആശങ്കയ്ക്ക് വകയില്ല എന്നും വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ്. ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഷോർട്ട് സർക്യൂട്ട് സാധ്യതകളും പരിശോധിക്കാൻ മെഡിക്കൽ കോളേജിലെ എല്ലാ ICUകളിലും അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് പിന്നാലെ പ്രാഥമിക നിഗമനമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടും കൂടി കിട്ടിയതിനു ശേഷമേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇത്രയും സംഭവം നടന്ന് മണിക്കൂറുകളായിട്ട് പോലും ആരോഗ്യ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ സെക്രട്ടറിയോ ആരും തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവിടെ BJPയുടെ മേയർ വി രാജേഷ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ്.